മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് പാർവതി തിരുവോത്ത്. അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ വ്യത്യസ്തത കൊണ്ടും കാഴ്ചപ്പാടുകളുടെ വ്യക്തത കൊണ്ടുമൊക്കെ തന്നെ മറ്റ് സിനിമാ താരങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന പാർവതി കഴിഞ്ഞ 18 വർഷമായി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ്. മലയാളത്തിന് പുറമെ കന്നഡയിലും തമിഴിലും ഹിന്ദിയിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള പാർവതി ഇപ്പോഴിതാ ഒരു പുത്തൻ ഫ്ലാറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. കൊച്ചിയിലാണ് നടി തൻ്റെ പുതിയ ഫ്ലാറ്റ് പണികഴിപ്പിച്ചിരിക്കുന്നത്. ആഡംബര ഗൃഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ ശ്രദ്ധ കവരുകയാണ്. 2460 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഫ്ലാറ്റിൽ 3 കിടപ്പുമുറികളാണ് ഉള്ളത്. അഹാനാസ് ഡിസൈനാണ് ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയറും ലാൻഡ്സ്കേപ്പിങ്ങും ഒരുക്കിയിരിക്കുന്നത്. ലാളിത്യമാണ് ഡിസൈനിൻ്റെ പ്രധാന മുഖമുദ്ര. സ്വകാര്യതയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് ഈ ഡിസൈൻ ഒരുക്കിയിരിക്കുന്നത്. നാച്ചുറൽ ടോൺ നിറങ്ങൾക്കാണ് ഇൻറ്റീരിയറിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ചാരനിറവും തവിട്ടുനിറവുമെല്ലാം ഇൻറ്റീരിയറിൽ മനോഹരമായി സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഡിസൈനിൽ പ്രകൃതിയെയും ഇഴചേർത്തിട്ടുണ്ട്. ഫലവൃക്ഷങ്ങളും മാവും പാഷൻ ഫ്രൂട്ട് ചെടികളുമെല്ലാം ബാൽക്കണിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. കണ്ടംപററി ഡിസൈനാണ് പാർവതിയുടെ വീടിനായി ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. കായലിലേക്ക് മിഴി തുറക്കുന്ന ബാൽക്കണിയാണ് ഈ ഫ്ലാറ്റിൻ്റെ മറ്റൊരു ബ്യൂട്ടി സ്പോട്ട്. മലയാള സിനിമയിലെ അഭിമാന താരങ്ങളിൽ ഒരാളാണ് പാർവതി തിരുവോത്ത്. 2006 ഔട്ട് ഓഫ് സിലബസ് എന്ന ചിത്രത്തിലൂടെ സഹനടിയായി എത്തിയ പാർവതി പിന്നീട് അങ്ങോട്ട് കാമ്പുള്ള കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തൻ്റെതായ ഇടം ഉറപ്പിക്കുകയായിരുന്നു. 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിരൺ ടിവിയിൽ അവതാരകയായിരിക്കവെയാണ് ഔട്ട് ഓഫ് സിലബസ് എന്ന ചിത്രത്തിലേക്ക് പാർവതിക്ക് അവസരം ലഭിക്കുന്നത്. പിന്നീട് നോട്ട്ബുക്ക്, സിറ്റി ഓഫ് ഗോഡ്, മരിയാൻ, ബാംഗ്ലൂർ ഡേയ്സ്, എന്ന് നിന്റെ മൊയ്തീൻ, ചാർലി, ടേക്ക് ഓഫ്, ഉയരെ എന്നീ ചിത്രങ്ങളിലൂടെ മലയാളത്തിലെ മികച്ച അഭിനേത്രികളിൽ ഒരാളായി പാർവതി മാറുകയായിരുന്നു. 2015-17 വർഷങ്ങളിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും നടിയെ തേടിയെത്തി. തൻ്റെ വ്യക്തിത്വത്തിനും ഐഡിയോളജിക്കും ഇണങ്ങുന്ന സിനിമകളും വേഷങ്ങളും മാത്രമേ പാർവതി തിരഞ്ഞെടുക്കുന്നുള്ളൂ എന്നതാണ് നടിയെ മറ്റെല്ലാവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. ടേക്ക് ഓഫ്, ഉയരെ, എന്ന് നിന്റെ മൊയ്തീൻ, കൂടെ, വൈറസ്, ഹിന്ദിയിൽ ഗരീബ് ഗരീബ് സിംഗിൾ തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം ഈ കലാകാരിയുടെ പ്രതിഭയുടെ നേർസാക്ഷ്യങ്ങളാണ്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി നിൽക്കുന്ന പാർവതി രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുക വഴി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിനേത്രി കൂടിയാണ്. അതുവഴി ഒട്ടേറെ അധിക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും വിധേയമായിട്ടുമുണ്ട്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ നിലപാടുകളിൽ നിന്ന് ഒരിക്കലും പിറകോട്ട് പോകില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് പാർവതി. അഞ്ജലി മേനോന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ വണ്ടർ വുമണാണ് പാർവതി അവസാനമായി അഭിനയിച്ച ചിത്രം. സൈനോര, നിത്യ മേനോൻ, പത്മപ്രിയ എന്നിവരും ചിത്രത്തിൽ ഉണ്ടായിരുന്നു. സോണി ലൈവിലൂടെ റിലീസിനെത്തിയ ചിത്രം സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.